മനുഷ്യൻ രണ്ട് വിഭാഗമാണ്. ഒന്ന് ഗാഫില്, മറ്റൊന്ന് ദാക്കിർ. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് ഗാഫില്, മറ്റൊന്ന് ദാക്കിർ. ഈ ഗാഫിലീങ്ങളിൽ പെട്ടവരാണ് ഫാസിഖീങ്ങളും കാഫിര്യങ്ങളെല്ലാം ഗാഫിലീങ്ങളിൽ പെട്ടവരാണ്. മൊത്തത്തിൽ അവർക്ക് പറയൽ ശ്രദ്ധയില്ലാത്ത ബോധമില്ലാത്ത ആളുകൾ. ദാക്കിർ എന്ന് പറഞ്ഞാൽ ബോധമുള്ള ആളുകൾ. നമ്മൾ അള്ളാഹു ഗാഫിലായിട്ടാണോ ദാക്കിറായിട്ടാണോ എഴുതിയത് നമുക്കറിയില്ല. പക്ഷെ ദാക്കിറായി പടച്ചോൻ അവന്റെ ദീവാനിൽ ഏടിൽ എഴുതാൻ സഹായകമായ നല്ലൊരു അമല് മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. സാധാരണ വഅദ് കേട്ട് പോകുമ്പോലെ കേട്ട് അഭിപ്രായം പാസാക്കി പോകരുത്. പിന്നെന്ത് വേണം? ജീവിതത്തിൽ അത് ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് പോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ആദ്യം ഒരു ഹദീസ് വായിക്കാം. മൻ സല്ലല്ലാഹു റകഅതൈനി ലം യുക്തബ് മിനൽ ഗാഫിലീൻ. മുഹമ്മദ് മുസ്തഫ. ളുഹാ നിസ്കാരം എന്ന് പറഞ്ഞിട്ട് നിസ്കാരം. ളുഹാ സൂര്യ ഉദിച്ച് ഒരു 20 മിനിറ്റ് ആയാൽ തുടങ്ങും. ളുഹറിന്റെ സമയം വരെ അതിൻ്റെ അദാ ആയ സമയമാണ്. പിന്നെ വേണേ ഖളാ കിട്ടും. അതിൻ്റെ യഥാർത്ഥ സമയം ളുഹർ വരെയാണ്. എപ്പോഴാണ് തുടങ്ങുക? സൂര്യ ഉദിച്ച് 20 മിനിറ്റ് ആയാൽ തുടങ്ങും. ളുഹർ വരെ നീണ്ടു. ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ്. 12 വരെ വേണമെങ്കിൽ പോവാം. 8 എന്ന അഭിപ്രായത്തിലും വളരെ പരിഗണനയുണ്ട്. അപ്പൊ ഈ 2 റക്അത്ത് ഒരാൾ നിസ്കരിച്ചാൽ എന്നല്ല, അങ്ങനെ നിസ്കരിക്കുന്നത് നിലനിർത്തിയാൽ ലം യുക്തബ് മിനൽ ഗാഫിലീൻ. പടച്ചോന്റെ ഏടിൽ ഓനെ ഗാഫില് എന്ന് എഴുതപ്പെടൂല എന്ന് മുഹമ്മദ് മുസ്തഫ. അത് ഉണ്ടെങ്കിൽ തന്നെ രക്ഷപ്പെട്ടു. അല്ലാഹു ഗാഫില് എന്ന് ഓനെ എഴുതൂല. ലം യുക്തബ്, അവൻ എഴുതപ്പെടൂല. മിനൽ ഗാഫിലീൻ, ഗാഫിലീങ്ങളിൽ ഒരാളായിട്ട് എഴുതപ്പെടൂല. എത്ര പേര് സമയമുള്ളൂ? ഇപ്പൊ ഉദയപ്പഴം 6:24 ഉദയം. അവിടുന്ന് ഒരു 20 മിനിറ്റും കൂടിയാണ് കൂട്ടിക്കോളി. എപ്പോഴോ 44 അല്ലേ? അപ്പൊ ഏകദേശം 6:45 തുടങ്ങിയാൽ 12:30 വരെ സമയം. ഇതിൻ്റെ ഇടയിൽ പടച്ചോന്റെ ഏടിയിൽ ഗാഫിൽ എന്ന് എഴുതപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് 2 റക്അത്ത് നിസ്കാരം ജീവിതത്തിൽ നിലനിർത്താൻ നമുക്കൊന്നും കഴിയൂല. കഴിയൂലേ? കൈ വന്ദിച്ചാലെന്ന് ഞാൻ പറഞ്ഞില്ല, ബോധിക്കും വേണ്ട. പക്ഷെ നമ്മളൊന്നാണ് തീരുമാനിച്ചാൽ മതി നിസ്കരിക്കാൻ. ഞാൻ ഒരു ഹദീസും കൂടി വായിക്കാം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ? മൻ സ്വല്ല 4 റക്അത്ത്, തെങ്ങാനും 4 റക്അത്ത് ആക്കിയാൽ കുത്തിബ മിനൽ ആബിദീൻ, അവൻ ആബിദീങ്ങളിൽ ഒരാളായിട്ട് എഴുതപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ലോകത്ത് ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ അറിയപ്പെടും. എങ്ങനെയുണ്ട്? അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഈ 2 റക്അത്ത് സലാം വീട്ടിട്ട് അല്ല, അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഞാൻ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കല്ല കേട്ടോ. ഞാൻ ചെയ്യണ അമലുകൾ മാത്രമേ നിങ്ങളോട് പറയുള്ളൂ. തറാവിന് ശേഷം ഞാൻ അങ്ങനെ എൻ്റെ ഒരു ശൈലി, അത് ഞാൻ 30 ദിവസം ഞാൻ ചെയ്യേണ്ടത് നിങ്ങളോട് പറയാറുള്ളൂ. അത് 4 റക്അത്താണെങ്കിൽ ആബിദീങ്ങൾ രേഖപ്പെടും. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ നിസ്കരിക്കലില്ല. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഹദീസോ എനിക്ക് മടിയുണ്ട്. ഞാൻ 4 നിസ്കരിക്കല്. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കേൾക്കാൻ ഓതി തരാം. ഹദീസ് എനിക്കറിയാം. പക്ഷെ ഓദ്യങ്ങൾ നിസ്കരിക്കോ? ഇപ്പൊ 4 നിർത്തുകയാണല്ലേ അല്ലേ? മൂലയുടെ അള്ളാനെ കരുതിയിട്ട് അപ്പുറത്തെ ഹദീസ്, മൂലയുടെ പടച്ചോനെ കരുതിയിട്ട് നിങ്ങൾ പിരാന്തൊന്നും കാട്ടില്ല. അപ്പുറത്തെ ഹദീസ് നിങ്ങൾക്ക് ഉള്ളത് അവിടെ വെച്ചാൽ മതി, പുറത്ത് കിടക്കണ്ടെന്നല്ല ഇപ്പൊ നിങ്ങളെ മനസ്സോർന്ന്. ഞാൻ അവിടെ തന്നെ ഉള്ളത്. എന്നാ ഈ 2 ഹദീസാണ് ഞാൻ ഓതി. അപ്പൊ ഒന്നുകിൽ 2 റക്അത്ത് നിലനിർത്തുക, അല്ലെങ്കിൽ അത് നിങ്ങൾ സ്വകാര്യം തീരുമാനിച്ചോളൂ. എത്ര ഞാൻ ചോദിക്കണമെന്നില്ല. പക്ഷെ ഇതെന്താ സംഗതി? നിങ്ങള് ഇത് ശുക്റാണ്. 360 സന്ധികൾ ഒരു മനുഷ്യനുണ്ട്, കെടുപ്പുകൾ. ഇവിടൊക്കെ ഗ്രീസുണ്ട്, വണ്ടിന്റെ ഗ്രീസുമാര്. ഈ ഗ്രീസ് ഇങ്ങനെ വറ്റുമ്പോഴാണ് കാലമടങ്ങളില്ല, ഒരു മടങ്ങളില്ല ഇത് പറയണത്. വറ്റുമ്പോൾ വയസ്സന്മാർ ഇങ്ങനെ നടക്കുന്നുണ്ട്. നിങ്ങളോട്
ഇങ്ങനെ നടക്കണ കണ്ടുക്കണോ? എന്താണ്ട് നീരാത്തത് ഓലിങ്ങനാണ്ട് വെച്ചപ്പോഴാണ് ഇത് ഗ്രീസ് അതിൻ്റെ അതങ്ങോട്ട് പറ്റിയത്. ഞാൻ അങ്ങോട്ട് പോകില്ല അങ്ങോട്ട് പോകില്ല. എത്ര സ്ഥലത്താണ് നമുക്ക് ഇളകണത് നിങ്ങൾ നോക്കാണ്. ഇവിടെ ഇളകണം, ഇവിടെ ഇളകണം, ഇവിടെ ഇളകണം, ഇവിടെ ഇളകണം, ഇവിടെ ഇളകണം, ഇവിടെ ഇളകണം. ധാനം ഈ കയ്യന്നപ്പം എന്തൊക്കെ ആക്കാം? കത്തിയാക്കാം, വടിയാക്കാം, ടീസ്പൂണാക്കാം. അഭ്യാസമുള്ളവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കളരും കരാട്ടി പഠിച്ചിരിക്കണമെന്ന് പറയാൻ ഇപ്പം എന്താക്കാം? ഞാൻ അങ്ങനാട്ട് പൊങ്ങളും കാട്ടുക എന്താക്ക അയ്യാതെ പരിപാടി കണ്ട് മേൽക്കണ്ട് പോരി എന്തെല്ലാം കാട്ടപ്പതുകൊണ്ട് സുഹാന മനസ്സിൽ എത്ര സ്ഥലത്തെ ഇളകണ്. ഈ ഇളകിയിട്ടില്ലെങ്കിൽ നമ്മളെ കാര്യമാകെ പോയില്ലേ. കാരണം നോമ്പറൊക്കെ ഇരിക്കുക നോട്ട്. എനിക്ക് ചിക്കൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾക്ക് പച്ചക്കറി പറ്റും, നിങ്ങൾക്ക് ചിക്കൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എൻ്റെ അടുത്തായിരിക്കണം. അപ്പൊ ഞാൻ ഈ ചിക്കൻ എടുത്തിട്ട് തൊള്ളേക്ക് ഇടുമ്പോ ഇവിടെ മടങ്ങിയിട്ടില്ല, നിങ്ങളെ തൊള്ളേക്കല്ലേ വരും. നിങ്ങളെ പച്ചക്കറി എവിടുക്കാ വരിക? എൻ്റെ തൊള്ളേക്കും. പറന്റെ പന്തലാകെ വഷളായില്ലേ. എന്തൊരു നിഅമത്താണ് അള്ളാഹു ചെയ്തത്. ഇങ്ങനെ അളുമ്പീറ്റ് തിന്നുണ്ടല്ലോ, അത് ഈ മടങ്ങണോണ്ടല്ലേ. അപ്പൊ 360 കണുപ്പുകളുണ്ട്. എന്നിട്ട് റസൂലുള്ള സുബഹിക്ക് അങ്ങോട്ട് ഒരു വല്ലാത്ത വർത്താനം പറഞ്ഞു, ഈ എല്ലാ കണുപ്പുകൾക്കും ശുക്റുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. സഹാബാക്കൾ അങ്ങോട്ട് പേടിച്ച്. 360 റുപ്യ കൊടുക്കണമെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും തയ്യില്ലല്ലോ. അതിന് സദക്ക കൊടുക്കണം എന്നാ മുസ്തഫ നബി പറഞ്ഞു. അപ്പൊ ചുരുങ്ങിയത് ഒരു കണുപ്പിന് 1 റുപ്യ ആണെങ്കിൽ എത്ര കൊടുക്കണം? അതിന് അവർക്ക് കീറുകുപ്പായ ഉള്ളത്. രണ്ടാള് കൂടിയിട്ട് ഒറ്റ തുണിമ അവരത്ത് മറിച്ച് നടക്കുകയാണ്. അവരോട് ദിവസം 360 റുപ്യ രാവിലെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുവോ? അവരാണ്ട് കരയാൻ തുടങ്ങി പൈസ ലേറ്റ്. അപ്പൊ മുസ്തഫ നബി പറഞ്ഞ് അതിന് 360 റുപ്യ ഒന്നും കൊടുക്കണ്ട, 2 റക്അത്ത് ദുആ നിസ്കരിച്ചാൽ മതി മുഹമ്മദ് മുസ്തഫ. ചെറിയ എളുപ്പമുണ്ട്. ഇവിടെ ഒന്ന് വളയാതിരുന്നാൽ കഴിഞ്ഞില്ലേ? ഒരാളെന്ന് കഴിഞ്ഞ മൂത്രയിക്കാണ്ടിരുന്ന് നീക്കാൻ പറ്റിയില്ല. എന്താ നീക്കാൻ പറ്റില്ല? കുഴപ്പമില്ലല്ലോ. അല്ല പള്ള കൂടെ നീക്കാൻ പറ്റില്ല. നീക്കാൻ പറ്റില്ലെങ്കിൽ എന്താ കാട്ടുക? കുടുങ്ങിയില്ലേ? സുബ്ഹാനല്ലാഹ്. എല്ലായിടത്തും അള്ളങ്ങനെ ഇളക്കല്. നമ്മളിവിടെ ഒരു ബ്ലേഡ് വെച്ചാൽ ചോര ഒന്നായിട്ട് വരുന്നുണ്ടല്ലോ, അവിടെയൊക്കെ നരമ്പുണ്ട്, നമ്മൾ കാണില്ല. അതാണ് വലിയ നരമ്പും ചെറിയ നരമ്പുണ്ട്. നരമ്പുള്ളതുകൊണ്ടാ ചോര വരുന്നത്. ഇവിടെ മുമ്പ് നരമ്പിൻ്റെ ഉള്ളിൽ നിന്നാണ് ചോര വരുന്നത്. എത്ര നരമ്പുകളാണ്, എത്ര എല്ലുകളാണ്, എത്ര കണുപ്പുകളാണ്. ആ കണുപ്പുകളിലൊക്കെ നമ്മള് വണ്ടിന്റെ ഗ്രീസുമായിട്ട് സാധനങ്ങളാണ്. അതിന് ശുക്ർ ഉണ്ടെങ്കിൽ 2 റക്അത്തെങ്കിലും ആ പതിവാണ്. എന്നാ പിന്നെ ഒരു നേട്ടം ഉണ്ട്. എന്താ അറിയോ? ഈ ഊരവേദനയും കാൽമുട്ടി വളയാതിരിക്കലും പെട്ടെന്ന് വരില്ല. കാരണം ലൈൻ ശക്കർത്തും ലാസീതുണ്ട്. ശുക്ർ ഉണ്ടെങ്കിൽ അല്ലാഹു തആല കുറച്ച് നിലനിർത്തും. അപ്പൊ നാളെ മുതൽ ദുആ ഒന്ന് നിസ്കരിക്കാത്തവർക്ക് തുടങ്ങാനോ നിസ്കരിക്കണവർക്ക് പതിവാക്കാനോ അല്ലാഹു തആല ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വയലോണ്ട് വയല ഇവിടെ പുറത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതൊരു സംഗതി. അത് 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ കുല്യാൽ കാഫിറും കുൽ വല്ലാഹു അല്ലേ ഇഷ്ടനുസരിച്ച് അങ്ങനെ പോകാം. അപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ദീർഘമായിട്ട് ഓർക്കാം. മനസ്സിലായില്ല? ദുആക്ക് ഒറ്റക്കാണ്. ദുആക്ക് ജമാഅത്ത് സുന്നത്തില്ല, ഒറ്റക്കാണ്. ഒറ്റക്ക് ദീർഘമായിട്ട് ഓതാ ഒരുപാട് സമയം സുജൂദിലൊക്കെ കിടക്കാം ഒറ്റക്കാണെങ്കിൽ. ജമാഅത്തിന് എത്ര കൊടുക്കുകയാണെങ്കിൽ അതൊന്നും പറ്റൂല. അപ്പൊ അല്ലാഹു തആല നിലനിർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി. നമ്മളെ മാമുട്ടിയാക്കാനാവുക
കാവി ഈത്തപ്പഴുണ്ട്, എല്ലാരും കുടിച്ചോളി എന്ന് പറയാൻ എനിക്ക് ധൈര്യം. ആ കാരണം ഒരു ഫ്ലാസ്കും 100 ഗ്ലാസ്സും ആണ് ഉള്ളത്, 2 ഫ്ലാസ്ക്. അപ്പൊ പിന്നെ കാവ കുറച്ചേ കുടിക്കുള്ള. അറബികൾ അങ്ങനെയല്ലേ, മൂപ്പര് അവിടെ പരിചയമുള്ള ആളാണ്. നമ്മള് മലയാളികൾ പോകുന്നതിന് മൂപ്പർക്ക് ഓർമ്മയില്ല. അപ്പൊ അറബികൾ കുടിക്കലുമാര് കുടിച്ചാൽ മതി. 2 ഫ്ലാസ്ക് ഉണ്ടെന്ന് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷമായത്. മറ്റേത് ഞാനാകെ ഞെട്ടിന്ന്, കാരണം 100 ഗ്ലാസ് ഒരു ഫ്ലാസ്കോ കണ്ടത് 150 ഗ്ലാസ്. അപ്പൊ 2 ഫ്ലാസ്കിന് 150 കാവ കൊള്ളൂ അല്ലേ? കുറച്ച് കുടിച്ചാൽ മതി, മരുന്ന് കുടിക്കണ മാതിരി. അങ്ങനെ അല്ല, അതങ്ങനെ അതിന്റെ ശൈലി അങ്ങനെയാണ്. അതുകൊണ്ടാണ് തന്നെ അറബികൾ അങ്ങനെയാണ്, കുറച്ച് കുടിക്കുള്ളൂ. നമ്മളെല്ലാം നായിട്ട് പോകുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് മൂപ്പര് ഭക്ഷണമാക്കരുത്, കുറച്ച് കുടിച്ചാൽ മതി. മനസ്സിലായി? തൊണ്ടവേദന, സൗണ്ട് അടുപ്പ്, അങ്ങനെ പലതിനും പറ്റുക. ഒന്നായിട്ട് വരണ്ട. അപ്പൊ 1/2 ഗ്ലാസ് ഒന്നല്ലേ കുടിക്കും, ഒന്നായിട്ട് കുടിക്കും. ആ മാന അങ്ങനെ വന്നോട്ടെ നല്ലേ. അപ്പൊ അത് അവിടെ ഉണ്ടാവും. പിന്നെ ഒരേ ഈത്തപ്പഴം 2-3 ആൾക്കാരെ കഴിക്കണ്ടേ? ആ പാത്രത്തിലല്ലേ ഉള്ളൂ. 2 പാത്രം ഉണ്ടാ. അപ്പൊ പിന്നെ ഓരോ ചോള എല്ലാവർക്കും കൊടുക്കുക ഇൻഷാ അല്ലാഹ്. ഏതായാലും മൂപ്പരെ കൊടുന്നതിന് അല്ലാഹു തആല അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. മൂപ്പര് എന്താണ് ഉദ്ദേശിച്ചത് അല്ലാഹു തആല ദുനിയാവിൽ ആഖിറത്തിൽ അവർക്ക് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഒരു ചെറിയ ദുആ ഇൻഷാ അല്ലാഹ് ശരീഫ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أوصل اللهم ثواب ما صليناه أولا إلى حضرة حبيبنا مصطفى محمد صلى الله عليه وسلم، وإلى أرواح جميع الخير كلهم أجمعين، لا سيما إلى أرواح من دفنوا حوالينا يا رب العالمين. اللهم بحقهم وبجاههم اللهم يسر عسيرنا وسهل أمورنا وفرج كروبنا وأد ديوننا وقض حوائجنا يا رب العالمين. اللهم طول أعمارنا وأعمار أساتذتنا على رضاك ولا خدمة دينك. اشف أمراضنا وأمراضهم يا شافي الأمراض. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر أمة سيدنا محمد صلى الله عليه وسلم، وارحم أمة سيدنا محمد صلى الله عليه وسلم. اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم. اللهم اجعلنا بمحض فضلك من خيار أمته يا رب العالمين. اللهم أطعمنا وأطعم من أطعمنا، واسقنا واسق من سقانا من طعام الجنة وشرابها يا رب العالمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين. أشهد أن لا إله إلا الله وأستغفر الله. أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم افتح لي أبواب فضلك وأنزل علينا من بركاته، ووفقنا لموجبات مرضاتك، ووفقنا لموجبات مرضاتك يا مجيب دعوة المضطرين.
അസ്സലാമു അലൈക്കും.